ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. നമ്മളപ്പം കഴിഞ്ഞ ദിവസത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു ട്രിപ്പിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണാവുന്ന തരത്തിൽ ഞാൻ പുതിയൊരു സെറ്റപ്പിലാണ് നമ്മുടെ ഗോപ്ര വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലെ വ്യൂവിലും കാണാവുന്ന രീതിയിലാണ് ഗോപ്ര വെച്ചേക്കുന്നത്. അപ്പോൾ എനിവേസ് ഗൈസ്, നമ്മൾ ഇന്ന് ഹസരഘട്ട ലേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഒരു ലേക്കാണ്. നമുക്ക് അവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒരെണ്ണമെങ്കിലും എടുക്കണമെന്നാണ് വിചാരിച്ചത്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന്, പക്ഷേ ലേറ്റായി. ഇപ്പം ഏകദേശം 6:10 ഞാനൊരു 5:30 ഇറങ്ങിയാൽ 6 മണിയാകുമ്പോൾ എത്താന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ലേറ്റായി 5:40, 45 ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ പാർക്ക്, അതായത് അലസാന്ദ്ര, എന്താണ് അതിൻ്റെ പേര്, ഓക്സിജൻ പാർക്കിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ പോകണം. നമുക്ക് ഇവിടുന്ന് ഒരു 19 മിനിറ്റും കൂടെ ഉണ്ട് ഇവിടുന്ന് ഓക്സിജൻ പാർക്കിൻ്റെ അവിടുന്ന്. അപ്പോൾ ഈ റൂട്ടൊക്കെ ഏകദേശം ഇച്ചിരി ഗ്രാമ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ ഹെബ്ബാളൊക്കെ കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നുള്ളത് നമ്മുടെ സോണി A6700, പിന്നെ 16mm ലെൻസ് ആണ്. അപ്പം നമ്മുടെ ക്രോപ്പ് സെൻസർ ആകുമ്പം 16-24mm ആണ് ഏകദേശം. നമുക്ക് അൾട്രാ വൈഡൊന്നും അല്ല നമ്മുടെ ലെൻസ്, പക്ഷെ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ ഇന്ന് ചെയ്യാം. അപ്പോൾ എനിവേസ് നമുക്ക് ഹസരഘട്ട ലേക്കിൻ്റെ അങ്ങോട്ട് പോവാം. നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ ലേക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ ആദ്യം ലേക്ക് എന്നൊക്കെ കേടുമ്പോൾ നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ ഉണ്ട്, നമ്മുടെ കോട്ടയംകാരനായതുകൊണ്ട് അതുപോലെയാണ് ലേക്കൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ ലേക്ക് ഇച്ചിരി വലുതാണ്. പക്ഷേ ഇവിടെ സാധാരണ ബാംഗ്ലൂരിലെ ലേക്കുകളെ അപേക്ഷിച്ച് വലിയൊരു ലേക്കാണ്. നമുക്ക് എന്തായാലും പോവാം. അത്യാവശ്യം രസമുള്ളൊരു സ്ഥലമാണ്. എനിവേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഞാൻ ആ ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ചെറിയൊരു വൈബുള്ള സ്ഥലമാണ്. നമ്മുടെ ആ ഹസരഘട്ട ലേക്കിൻ്റെ അത്ര ഒരു വൈബില്ല. അതുപോലെ തന്നെ നമ്മൾ GKVK എന്ന് പറയുന്നൊരു ക്യാമ്പസിൽ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഞാനത് വീഡിയോ ചെയ്തിട്ടില്ല. GKVKയിൽ നമുക്ക് എൻ്റെ വീടിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഫുള്ള് വാക്കേഴ്സാണ്. ഇഷ്ടം പോലെ നടക്കുന്ന ആൾക്കാർ. അത് വീക്കെൻഡ് അല്ല, എല്ലാ സമയത്തും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ഒരു എന്താണ് കാർഷിക യൂണിവേഴ്സിറ്റിയാണ്. അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരെ ഹസരഘട്ട ലേക്ക് പിടിപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ എന്താണ് ഇത് പറയുന്നത്, യൂക്കാലിപ്സ് മരങ്ങളും ഒക്കെയാണ്. രസമാണ് സ്ഥലം. ഇത് വലിയൊരു ഹില്ലി ഏരിയ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഫ്ലാറ്റ് ലാൻഡ്സ് തന്നെയാണ്, ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞത് കണ്ടില്ല, ഇവിടെയൊക്കെ കാണാമെന്നറിയില്ല. എൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻസ്, ബിൽഡിങ്സ് ഒക്കെ വരുന്നൊരു ഏരിയ ആണ്. അവിടെ വഴി ബ്ലോക്ക് ചെയ്തേക്കണം. നമ്മുടെ നേരെയുള്ള വഴി ബ്ലോക്ക് ചെയ്തു കേട്ടോ. ഞാൻ മിനിയാന്ന് ഇവിടെ വന്നതാണ്. എങ്ങനെ കൊണ്ട് ഗൂഗിൾ തന്നെ ശരണം. വളഞ്ഞൊരു D ഷേപ്പിൽ നമുക്കൊരു വഴി, വേറൊരു വഴിയുണ്ട്. ഈ ഒരു ചെറിയ വഴി മാത്രം അടച്ചേക്കുന്നുണ്ട്. In 400 meters, turn left. ദൂരെ നോക്കിയാൽ സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കാണാം. നമുക്കത് ഗോപ്രോയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നൈസാണ് ഈ സ്ഥലത്ത്. ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം, ഒന്നുമില്ല രണ്ട് സൈഡിൽ. ഇത് നമ്മളിപ്പം ചാനലിൽ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി പ്ലസ് ട്രാവൽ മിക്സ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എത്ര മാത്രമാണ് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ലോങ് ഡിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്ക് അടുത്ത് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വലിയ ലോങ് ഡിസ്റ്റൻസിലോട്ട് പോകാമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ നമുക്കൊരു ഏകദേശം 20-25 കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റുകളാണ്. ഈ ഒരു ഫ്ലാറ്റുകളൊക്കെ ആയിരിക്കും. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ മൊത്തം ഫ്ലാറ്റ് ആയിരിക്കും. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ്. അതിന് നടുക്കായിട്ട് ടെമ്പിൾ. അവിടുന്ന് വരുന്ന വണ്ടികൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഈ ടെമ്പിളിന്റെ അപ്പുറത്തേക്ക് ചെറിയൊരു എന്താണ് പറയുന്നത്, നമ്മുടെ സീമാവട്ടൊരു ഓട്ടോബോട്ട് പോലത്തെ ഒരു ചെറിയ സെറ്റ്. ഓട്ടോബോട്ടിന് വരെ ഒരു ടെമ്പിളാന്ന് തോന്നുന്നത്. അതുപോലെ കേസ് നമ്മുടെ ഈ ബാംഗ്ലൂർ, നാട്ടിൽ ഇത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ ഒത്തിരി അൺമാർക്ഡ് ആയിട്ടുള്ള ഹമ്പുകളാണ് കേട്ടോ. പട്ടി കടന്നു ഇങ്ങനെ അടിയിലോട്ടൊന്ന് കയറിയാൽ വിചാരിച്ചില്ല. അപ്പോൾ ഒത്തിരി അൺമാർക്ഡ് റോഡുകളുണ്ട്, അൺമാർക്ഡ് ഹമ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പണി 1-2 പ്രാവശ്യം
സിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് സഡൻ ബ്രേക്ക് ഇടുന്നു. അത് ഇവിടെ ഹമ്പുണ്ട്. പകൽ സമയമൊക്കെ ആയതുകൊണ്ട് ഓക്കെ. ഇനി നമുക്ക് 9 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. 9 മിനിറ്റ് ഹസരഘട്ട ലേക്കിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട്. പക്ഷെ അങ്ങ് കയറി പോകേണ്ട കാര്യമില്ല ലേക്കിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ. ഈ കാണിക്കുന്ന ഒരു 9 മിനിറ്റ് 8 മിനിറ്റ് ആയിട്ട് എടുത്താൽ മതി. 9 മിനിറ്റ് ഇവർ കാണിക്കുന്ന പോയിന്റ്, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഹസരഘട്ട ലേക്കിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ എനിക്ക് ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അൺനൗൺ ലൊക്കേഷൻസ് അങ്ങനെ ഇല്ല. എല്ലാം തന്നെ ആൾക്കാരെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അങ്ങോട്ട് ലേക്കിൻ്റെ അങ്ങോട്ട് പോകുന്ന ചെറിയ വാക്ക് വേ പോലെയുണ്ട്. ഇത്ര മോർണിംഗിൽ വാക്കേഴ്സ് കാണുമായിരിക്കും, പക്ഷെ ലേക്കിൻ്റെ അവിടെ ആൾക്കാർ കാണത്തില്ല നമുക്ക് വിചാരിക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചുമായിട്ട് പോയപ്പോൾ കുറേ പട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, ഒരു പെങ്കൊച്ച് ബൈക്കുമായിട്ട് വന്നിട്ട് അത് താഴെ വീടും. ബൈക്ക് ഓടിക്കുമ്പോഴല്ല, പുള്ളിക്കാരത്തി വണ്ടി എടുത്ത് 2-3 പട്ടി അടുത്തോട്ട് വന്നപ്പോൾ പുള്ളിക്കാരി പേടിച്ചിട്ട് ബൈക്ക് താഴെ പോയി കയ്യിൽ നിന്ന്. ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ എന്തോ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അവർ രണ്ടുപേരും കൂടെ കുയർന്ന് പൊക്കി എടുത്തോണ്ട് പോയി കഴിഞ്ഞ ദിവസം. നാട്ടിലെ പോലെ വലിയ പട്ടിശല്യം ഇവിടെ അല്ല, പട്ടികളുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് പട്ടികൾ ഇച്ചിരി ഒരു അറ്റാക്ക് മോഡിലാണ് സംഭവം. ഈ ഹസരഘട്ട ലേക്കിൻ്റെ അവിടെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ബാംഗ്ലൂർ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ പട്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും അത്ര ഒരു ഇതല്ല, അറ്റാക്ക് മോഡിലല്ല. അറ്റാക്ക് മോഡ് മലയാളത്തിൽ ഇപ്പം എന്താ പറയുന്നത്, അത്ര ആക്രമണ വാസനയുള്ള പട്ടികൾ കുറവാണ്. അപ്പൊ കേസ് ഞാനിപ്പോ 16mm എടുക്കാനുള്ള കാരണം, എൻ്റെ ഇപ്പൊ 3 ലെൻസാണ്. ഞാൻ 6700 വാങ്ങിയപ്പോഴും 3 ലെൻസാണ് ഉള്ളത്. 16mm, ഒരു 35 ആണോ 36 ആണോ, അതുപോലെ ഒരു 56mm ആണെന്ന് തോന്നുന്നു. അങ്ങനെ 3 ലെൻസാണ് നമ്മൾ വാങ്ങിയത്. ഒരു സിഗ്മയുടെ അങ്ങനെ ഒരു 3 ട്രയോ ലെൻസുകളുണ്ടല്ലോ. മറ്റേ സോണിയുടെ ഒറിജിനൽ ലെൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വില കുറവാണ് സംഭവം. 3 കൂടെ കൂട്ടി ഏകദേശം 90,000 ലെൻസിനായിട്ടുണ്ട്. 90+. ക്യാമറ ആണെങ്കിൽ 75-80 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേസ് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് ഈ ഹസരഘട്ട ലേക്കിന് അങ്ങോട്ട് പോകുന്നത്. രണ്ടാമത്തെ ട്രിപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. അടുത്തായതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം. നല്ല രസമാണ്. ഒരു റൈറ്റ് സൈഡ് ഇപ്പം നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മാംഗോ ഫാം ആണ്. ഇഷ്ടം പോലെ മാംഗോ ട്രീസ് ആണ്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എന്തോ കൃഷിയിടമാണ്. രസമാണ്. വഴിയാണെങ്കിലും അടിപൊളിയാണ്. അതുപോലെ ഞാൻ മാൻഫ്രോട്ടോയുടെ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. അത് ഇച്ചിരി വ്യത്യാസമാണ്. ഞാൻ മാൻഫ്രോട്ടോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡൊക്കെ നമ്മൾ സാധാരണ ലോക്കൽ സോനിയയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുഴപ്പമില്ല, പെട്ടെന്ന് തുറന്നെടുത്ത് നമുക്ക് ചെയ്യാമല്ലോ. ഇതിപ്പോൾ ഇച്ചിരി ടഫാണ്. എന്താ സിസ്റ്റം മനസ്സിലാക്കി എടുക്കാനായിരിക്കും ടഫായിരിക്കുന്നത്. എനിവേസ് നമുക്ക് നോക്കാം. വഴി എങ്ങനെയുണ്ട് കേസ്? അടിപൊളിയല്ലേ? ഒരു പട്ടി വീണ്ടും ചാടാൻ വരുന്നത്. ഇവിടെ ഒരു മാംഗോ ഫാമാണ് കേട്ടോ. അതിനകത്ത് കയറി സാധനം മാംഗോ മേടിക്കാമെന്ന് തോന്നുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക്. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ എപ്പോഴും ഇത് ഹസരഘട്ട അല്ലെങ്കിൽ നമ്മുടെ പഴയ ഓക്സിജൻ പാർക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പല പല സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ മാംഗോ ഫാം നമുക്ക് ഒരു ദിവസം, ഇന്ന് നമ്മുടെ ലക്ഷ്യം ഹസരഘട്ട ലേക്കാണ്. ഏകദേശം എത്താറായി നമ്മൾ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം, നമുക്ക് ഇച്ചിരി മൂടലാണ്. നമുക്ക് അത്ര ഒരു സ്കൈ അങ്ങോട്ടൊരു വിസിബിൾ ആയിട്ടൊരു സ്കൈ അല്ല. ഏകദേശം എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 4 മിനിറ്റ് കാണിക്കുന്നത്, അത്ര ഇല്ല. 4 മിനിറ്റ് ഇല്ല നമുക്കിന്ന്. ഈ ഏരിയ മൊത്തം ഒരു കാർഷിക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ ഉണ്ട്. കുറേ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ കോളേജ് പോലത്തെ സെറ്റപ്പ് അല്ല, മറ്റേ ഗവേഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള. ഹെഡ് മൗണ്ട് വെക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ ഹൈറ്റ് കാരണം എനിക്കത് എല്ലാവരെയും നിങ്ങളെ അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. In 300 meters, turn right.
ഞാൻ എൻ്റെ മകനെയും കൊണ്ട് വന്നപ്പോഴേ അവൻ കുറേ ശ്രദ്ധിച്ചു. കുറേ ടേൺസ് ഒക്കെ ഉള്ളൊരു വഴിയാണ്. അവന് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കാറിൽ അവൻ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഏകദേശം എത്തി തോന്നി. ഇവിടെ ഇപ്പം നേരെ നോക്കിയാലും നമുക്കൊരു അഗ്രികൾച്ചറൽ എന്താണ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന റിസർച്ച്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. Continue for 1.5 kilometers. നമ്മൾ ഏകദേശം എത്തി കേട്ടോ. ഇവിടെ ഇച്ചിരി കൂടെ ചില പാർക്കിങ്ങിൽ കുറെ വണ്ടികളൊക്കെ നമുക്ക് കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യം ഇപ്പൊ എനിക്ക് ഒന്ന് ട്രൈപോഡിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ ഇവിടെ വിചാരിച്ചിരുന്നത് ഇച്ചിരി കൂടെ നേരത്തെ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ് ലോങ് എക്സ്പോഷർ ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ട്രൈപോഡ് എടുത്തത്. പക്ഷെ ഇപ്പോൾ ഈ ട്രൈപോഡിന്റെ ആവശ്യം ഇല്ല. അത്യാവശ്യം വെട്ടമുണ്ട്. ട്രൈപോഡ് വെച്ചെടുക്കേണ്ട ഒരു ഇതില്ല. നമ്മൾ എത്തി. ഇതാണ് സ്ഥലം. ഈ മതിലിന്റെ അപ്പുറത്താണ് ലേക്ക്. അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ. ഈ വഴി നേരെ ഇറങ്ങിയാൽ നേരെ ലേക്കിൻ്റെ അങ്ങോട്ട് പോവാം. ഇവിടെ മോർണിംഗിന് ഇപ്പം ആരും ഇല്ല ഇവിടെ. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം കിടുവായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പട്ടികളെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഹസരകട്ട ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു വഴി അങ്ങ് നടന്നാലും നമ്മൾ ഹസരഗട്ട ലേക്ക് നിങ്ങൾക്ക് അവിടെ ദൂരെ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ക്യാമറ ഒക്കെ എടുക്കാൻ കുറച്ച് പേരവിടെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഓപ്പ ഇങ്ങനെ നമ്മൾ നടന്ന് അങ്ങ് എത്തിയാൽ അവിടെ ശരിക്കും പറഞ്ഞ ഒരു മാൻമെയ്ഡ് ഒരു ചെറിയ വഴിയുണ്ട്. ഒരു ഗേറ്റ് തുറന്നിട്ടൊരു വഴി. ഒരു പട്ടിക്കൂട്ടൻ അവിടെ നോക്കി നിൽപ്പുണ്ട്. കുഴപ്പമില്ല, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്താറായിരിക്കുന്നു. ആക്ച്വലി ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനകത്ത് കൂടെ വേണം ഇറങ്ങി നമുക്ക് ലേക്കിൻ്റെ അവിടെ എത്താനായിട്ട്. ഇവിടെ നോക്കിയാൽ ഹസരകട്ട ലേക്ക് നിങ്ങൾക്ക് കാണാം. പട്ടി പ്രശ്നം ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു പട്ടീനായിട്ട് ആൾക്കാരുമായിട്ട് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അതുപോലെ ഇതാ ഇവിടെ ഒരു ലെവൽ എന്തോ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, 65, 66. ചിലപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറുമായിരിക്കും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കിന്. ഇവിടെ അത്യാവശ്യം ചെറിയ മഴയൊക്കെ പെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. ഇത് കണ്ടില്ലേ, ഒരു കുത്തനെയുള്ളൊരു കയറ്റം. ഓക്കെ, നമ്മളെത്തി. ഹസരകട്ട ലേക്ക് ബെഡിലെത്തി. നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സിറ്റുവേഷൻ നമുക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ട്രൈപോഡൊക്കെ വെച്ചാൽ ഇത് കണ്ടില്ലേ, സൂര്യൻ ഉദിച്ച് വന്നു. പക്ഷേ മൊത്തം ഒരു എന്താണ് ക്ലൗഡി ആയതുകൊണ്ട് ഒന്നും കാണത്തില്ല. സൂര്യൻ ഇവിടെയൊക്കെ ഉദിക്കുമായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു കിടിലമായിരുന്നു അല്ലേ. എനിക്ക് തോന്നുമ്പോൾ ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആ ഭാഗത്തായിട്ട് നമുക്ക് സൺസെറ്റിൻ്റെ ഒരു വ്യൂ കിടിലമായിട്ട് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ അങ്ങ് ദൂരം കിടക്കുകയാണ് കേട്ടോ ഈ ലേക്ക്. ഞാനിപ്പം 1-2 പിക്ക് എടുത്തിട്ട് നമുക്ക് ആ റോഡ് അടിപൊളിയാണ്. ഇവിടുത്തെ ആ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയാണ് റോഡ്. വലിയൊരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണല്ലോ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും
എല്ലാം ഒരു ഇതാണ് നമുക്കിപ്പോൾ. ഞാൻ എന്തായാലും ഒരു ചെറിയ ഒരു ഷോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ISO നമുക്ക് 100-ൽ കൊടുക്കാം. നിങ്ങൾക്ക് ക്യാമറ കാണാമോ എന്ന് എനിക്കറിയില്ല. അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ഇന്നത്തെ ഫോട്ടോസ്. F11 ഒന്ന് പിടിച്ചു നോക്കാം. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഷോട്ട്സും ഞാൻ തന്നെ എൻ്റെ കുറച്ച് റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തു അല്ലേ. ആദ്യത്തെ ഷോട്ടിൽ തന്നെ ബേസിക്കലി നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോൾ എന്നത് മിഡിൽ വരാൻ പാടില്ല. നമ്മുടെ ഹൊറൈസൺ എന്നൊരു റൂൾ ഉണ്ടല്ലോ. നമുക്ക് ഇച്ചിരി ഒന്ന് താത്ത് നോക്കാം. നമുക്ക് ഇച്ചിരി ഒന്ന് പൊക്കിയും നോക്കാം. എനിക്ക് തോന്നുന്നു ലോവർ തേർഡിൽ വരുന്നതാണൊരു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഷോട്ട്. അല്ലേ പട്ടിപ്രശ്നം ഓക്കെ കേസ്. അപ്പം എനിക്കിതാ ഇവിടെ കടന്ന് നിങ്ങൾക്ക് കാണാൻ നേരത്തിൽ ഇതാ ആരോ ഫുഡ് കഴിച്ചതിൻ്റെ ഇതിൻ്റെ കവർ കിട്ടിയിട്ട് അതിൻ്റെ മേളിൽ ക്യാമറ വെച്ചെടുക്കാൻ ഞാൻ വിചാരിക്കുന്നു. സ്ലോ ഷട്ടർ കിട്ടുമോ നമുക്ക് ട്രൈ ചെയ്യാം. ഒന്ന് ഇച്ചിരി കൂടെ അടുത്തോട്ട് പോകണം. F11 ആണ്. ISO ISO കുറച്ചിട്ടും പാടാണ് കേട്ടോ. എൻ്റെ ആംഗിൾ ആണെങ്കിൽ ഇച്ചിരി മടുപ്പായിട്ട് എനിക്ക് തോന്നുന്നു. ഇച്ചിരി ഈ ഒരു ലെവലിൽ നിൽക്കണം സാധനം. ഓക്കെ ഇപ്പോൾ നൈസാണ് സംഭവം ഇരിക്കുന്നത്. ഓക്കെ ഷട്ടർ നമുക്കൊന്ന് കുറയ്ക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ആ മരം നടുക്ക് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമുക്കത് ഷട്ടർ ഞാൻ അങ്ങോട്ട് കുറയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നൊരു ND ഫിൽറ്റർ ഉണ്ടെങ്കിലേ പരിപാടി നടക്കത്തുള്ളൂ. കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ND ഫിൽറ്റർ വേണം. F16 ഇട്ടിട്ടും ISO കറക്റ്റ് എക്സ്പോഷർ വേണമെങ്കിൽ 1/13 ഓഫ് എ സെക്കൻഡ് ഷട്ടർ സ്പീഡ് വേണം. അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ഷെയ്ക്ക് നമുക്ക് വരുന്നുണ്ട്. ഗ്രാജുവേറ്റഡ് ND ഫിൽറ്റർ ഇല്ലാതെ നമ്മുടെ പരിപാടി നടക്കത്തില്ല. ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചേട്ടന്മാരെ മീൻ പിടിക്കുന്ന കാണാം. വള്ളത്തിൽ ചെറിയൊരു ഇതിനകത്ത് കൊട്ടയ്ക്കകത്ത്. അപ്പോൾ അവിടെ കുറച്ച് പേര് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങ് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് പോകുന്ന വെച്ചാൽ റിസ്ക്കാണ്. കാരണം ഇവിടെ ലെപ്പേർഡുണ്ട്. ലെപ്പേർഡ് അതായത് നമ്മുടെ പുള്ളിപ്പിലി എന്നല്ലേ പറയുന്നത് മലയാളത്തിൽ. ലെപ്പേർഡുകൾ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവൻ നമ്മുടെ പുറകെ നടക്കണമല്ലോ. എവിടെ ചെന്നാലും ഒരു പട്ടി നമ്മുടെ പുറകെ കാണും. ഇവൻ ഒറ്റയ്ക്കുള്ളൊരു ടീമാണ് കേട്ടോ. ഇവനെയാണ് അവന്മാർ ലക്ഷ്യമിട്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു. സൂം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല നല്ല ഷോട്ടുകൾ. അതായത് ഇവിടെ ഈ ചേട്ടന്മാർ മീൻ പിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് പല സ്ഥലങ്ങളിലായിട്ട് മീൻ പിടിക്കാനായിട്ടുള്ള അവിടെ കുറച്ച് പേര് നടന്നു പോയിടുന്നു. കുറച്ച് സൂം ലെൻസ് വേണമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. കണ്ടില്ല എന്തുമാത്രം പട്ടികളാണ് എനിക്ക് ഇവിടെ. നമുക്കത് ആ കാണുന്ന ആ ഒരു സംഭവത്തിൻ്റെ നല്ലൊരു ഷോട്ട് എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. മേളിൽ കയറി ആ ആൾക്കാർ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കയറി നമുക്കൊന്ന് നോക്കാം. ഇപ്പം തിരിച്ച് കയറണമെങ്കിൽ നമ്മൾ ഇതുവഴി ചാവട്ടി മേളിൽ കയറണം. ഇപ്പം സമയം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. ഇത് ചെതൽപ്പുറ്റുകൾ നമ്മൾ ബാംഗ്ലൂർ എവിടെ പോയാലും കാണാം കേട്ടോ. ഉള്ളിലോട്ടൊക്കെ പോയാൽ കുറേ ചെതൽപ്പുറ്റുകൾ. ഞാൻ കുഞ്ഞുമായിട്ട് വന്നപ്പോൾ ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ടൊരു ഒരു ടെമ്പിളുണ്ട് അവിടെ. ജസ്റ്റ് അവിടെ വരുന്ന പോകാം. അതുപോലെ ഈ മിഡിലുള്ള ഈ ഒരു സാധനത്തിൻ്റെ ഒരു പിക്ക് കിട്ടുമോ നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഓപ്പൺ ആണോ അതോ കവേർഡ് ആണോ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു കവേർഡാണെന്ന് തോന്നുന്നു. കവേർഡാണെങ്കിൽ നമുക്ക് പിക്ചറൊന്നും കിട്ടത്തില്ല. നോക്കിയൊരു സൺറൈസും ഓവറോൾ ഒരു നല്ല ലുക്കാണ്. അതാ ഈ ഒരു സാധനത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ
അങ്ങോട്ടുള്ള സംഭവം ക്ലോസ് ആണ്. ഇത് നല്ലൊരു ഇതായിരുന്നല്ലേ ആ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. നോക്കട്ടെ, ഇവിടെ ഇതുണ്ട്. ഇതാണ് അങ്ങോട്ടുള്ള ആ ഒരു വഴി. നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ പാടാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് പോരാ ഈ വേലിക്കെട്ടൊക്കെ കാരണം. അതുപോലെ കേസ് ഇവിടെ നമുക്ക് ഹസരക്കട്ട ഗ്രാസ് ലാൻഡ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഞാൻ പറഞ്ഞ ലെപ്പേഡ് പുള്ളിപ്പുലി ഒരു പ്രശ്നം. ഞാൻ ഈ യൂട്യൂബിനകത്ത് വീഡിയോ നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഈ കൺസർവേഷൻ എന്താണ് ഗ്രാസ് ലാൻഡ് കൺസർവേഷൻ്റെയൊക്കെ ഒരു പുള്ളി അവിടുത്തെ ഉള്ള ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നൈസാണ്. ഇത് കണ്ടില്ലേ, കുറേ ഒരു മിഡിൽ ഈസ്റ്റിലെ മറ്റേ എന്താ മരീചികയുടെ ഒക്കെ ഒരു ഫീലാണ്. മറ്റേ പഴത്തെ ഇതും പനയും നടുക്ക് ചെറിയൊരു കുളവും നൈസല്ല. മേളിൽ നിന്നൊരു ഡ്രോൺ ഷോട്ട് കിട്ടിയ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഉദ്ദേശിക്കുന്ന ഒരു ഫീല് ക്യാമറയിൽ കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല സ്റ്റിൽ. അപ്പോൾ കേസ് ഇന്നത്തെ നമ്മുടെ ബോക്കിൽ നമ്മൾ പഠിച്ചത് ഏത് സിറ്റുവേഷൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഷോട്ടുകൾ 1-2 ലാൻഡ്സ്കേപ്പ് ടൈപ്പ് ഫോട്ടോസ് കിട്ടിയെങ്കിലും അത് ക്യാമറ നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അവിടെ ആ ഒരു ഓട്ടോറിക്ഷ അതിനകത്ത് അവൻ അങ്ങനെ കൊണ്ടുവന്നത്. ലേക്കിൻ്റെ അങ്ങ് ദൂരെ ഒരു ഓട്ടോ കിടക്കുന്നു. ശേ, എന്തോ ഒരു വഴിയൊക്കെ ഉണ്ട് ഇതിനകത്ത് കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാസ് ലാൻഡ്സ് ഒന്ന് തപ്പാം. അതെവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താം. അങ്ങനെ ഗൈസ് നമ്മൾ ലേക്കിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അടുത്ത ലക്ഷ്യം ഗ്രാസ് ലാൻഡ്സ് ആണ്. ഹസരക്കട്ട ഗ്രാസ് ലാൻഡ്സ്. അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ. കാരണം യൂട്യൂബിനകത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പുള്ളിപ്പുലി ഉണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പേടിയുണ്ട്. പക്ഷെ നോക്കാം, ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വരാത്ത സ്ഥലമായതുകൊണ്ടേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. നിങ്ങൾക്ക് പഴയ നമ്മുടെ ഓൾറെഡി ഉള്ള ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക ഗൈസ്. പുതിയ ആൾക്കാരാണെങ്കിൽ ഒരു ഹായ് ഒക്കെ പറഞ്ഞാലും നൈസാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ തിരിച്ച് വണ്ടിയിലെത്തി. നമുക്കിനി നേരെ ഹസരക്കട്ട ഗ്രാസ് ലാൻഡ്സ് ഞാൻ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുമായിട്ട് വന്നപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോകാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എത്ര ഗ്രാസ് ഫാം എന്നാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. ഗ്രാസ് ലാൻഡ്സ് എന്ന് അടിച്ചാൽ ഒരു ഗ്രാസ് ഫാമാണ് വരുന്നത്. ഇവിടെ നിന്നൊരു ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ തൽക്കാലം നമ്മുടെ ഗ്രാസ് ലാൻഡ്സ് അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ 17 മിനിറ്റ് എന്ന് പറയുമ്പോൾ സമയം 8 മണി കഴിയും. അത്യാവശ്യം വെയിലാവും ഞാൻ വിചാരിക്കുന്നു. വേറെ ദിവസം നമുക്ക് ഏർലി മോർണിംഗ് ഗ്രാസ് ലാൻഡ്സ് ടാർഗറ്റ് ചെയ്ത് വന്ന് ഗ്രാസ് ലാൻഡ്സിൽ പോവാം. എല്ലാ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എനിവേസ് ഗൈസ് കണ്ടില്ല മേളിൽ ആ ഇത് കണ്ടില്ലേ, എന്താ പറയുക, പൂക്കള് യെല്ലോ കളർ രസമുണ്ടല്ലോ. ഒരു ആർച്ച് ഷേപ്പ് തന്നെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ അടിപൊളിയായിട്ട്. അപ്പോൾ എനിവേസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.